ഹായ് ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനർ അതല്ലെന്നുണ്ടെങ്കിൽ ഫോറക്സ് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്നൊരു വ്യക്തിക്ക് എങ്ങനെയാണ് നമ്മുടെ സെഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ സെക്ഷൻ ഐഡൻറ്റിഫൈ പല ഇൻഡിക്കേറ്റർ ഉണ്ടായാലും മോസ്റ്റ്ലി ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ അതിനൊന്ന് പരിചയപ്പെടുത്താനും കൂടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമായിരുന്നു. നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട് സർവീസുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് പേഴ്സണൽ അക്കൗണ്ട്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫണ്ടഡ് അക്കൗണ്ട് സർവീസുകളിൽ ഫേസ് 1 ഫേസ് 2 പാസ്സാക്കി ലൈവ് അക്കൗണ്ട് ആക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും. നിങ്ങൾ ഫേസ് 1 ഫേസ് 2 എടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ സർവീസ് എടുക്കുമ്പോൾ നമ്മുടെ സർവീസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പം നമ്മുടെ സർവീസും കാര്യങ്ങളും എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് ഈ മെയിലിലേക്ക് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നിങ്ങളുടെ എൻക്വയറി ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് നമ്മുടെ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് പാസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരേപോലെ മുമ്പോട്ട് പോകാനുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് അറൗണ്ട് ഇപ്പോൾ 10-15 പേരോളം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളായി വന്നിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെ ഒരു നേട്ടം കിട്ടട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സെക്ഷൻസ് ഐഡൻറ്റിഫൈ ആണ് ആദ്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ സെക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡി നമ്മുടെ ചാർട്ട് എടുക്കുക. ഏത് ചാർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് GPY ആണ് എടുത്തേക്കുന്നത്. ഏത് ചാർട്ട് വേണമെങ്കിലും എടുക്കുക. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ചെല്ലുക. ഈ ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങൾ ICT കിൽ സോൺസ് എന്ന് കൊടുക്കുക. ഇപ്പം ICT എന്ന് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ ICT കിൽ സോൺസ് ആൻഡ് പിവോട്ട് എന്ന് കാണിക്കും. നിങ്ങൾ ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റുള്ളത് വന്ന് കിടക്കും. അപ്പം ഞാനിത് യൂസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫോർവേഡ് ഇട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഒരു 50 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്യുക, കണ്ടില്ലേ? ICT കിൽ സോൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഏരിയ മുതലുള്ള എല്ലാം നമുക്ക് കാണിക്കും. എല്ലാ ദിവസത്തെ കണ്ടില്ലേ? ഏഷ്യ സെക്ഷൻ, ലണ്ടൻ സെക്ഷൻ, ന്യൂയോർക്ക് സെക്ഷൻ, ന്യൂയോർക്ക് ലഞ്ച്, ന്യൂയോർക്ക് PM, അങ്ങനെ എല്ലാ സെക്ഷൻസും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കും. അപ്പം നമുക്ക് എളുപ്പത്തിൽ സെക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ICT കിൽ സോൺസ് എന്ന് പറയുന്ന ഇതിലേക്ക് പോകുക. എന്ത് ചെയ്യണം? അത് ഇൻഡിക്കേറ്ററിൽ പോവുക. ഇതിപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് നമ്മൾ സ്റ്റാർ പ്ലസ് കൊണ്ട് വന്നു പോകുന്നു. ഇതിലേക്ക് എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ക്ലിക്ക് ചെയ്യുക, ICT എന്ന് പറഞ്ഞിട്ടിരിക്കുക. ICT കിൽ സോൺസ് ആൻഡ് പിവോട്ട് എന്ന് പറഞ്ഞ കിടപ്പുണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരും. ഞാനിത് ഓൾറെഡി പ്രീ ക്ലിക്ക്ഡ് ഉണ്ടായിരുന്നതാണ് എൻ്റെ ഇത്. അപ്പോൾ അതിൻ്റെ അകത്ത് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. നിങ്ങളപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നേരെ നമ്മുടെ ഇവിടെ ടൈമിംഗ് ഉണ്ട് അല്ലേ, ടൈമിങ്ങിലേക്ക് വരിക. ഇതിൽ വേറെ ടൈമിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത്. നിങ്ങളത് -4 ന്യൂയോർക്ക് ആക്കണം. അതായത് നമുക്ക് ഇതിൽ എത്രയും ബെനിഫിറ്റ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഇത് ഓരോ സെക്ഷൻസ് ആണ്. അപ്പോൾ ഈ സെക്ഷനിൽ ഏഷ്യ ഉണ്ട്, ലണ്ടൻ ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്, ഇങ്ങനെ സെക്ഷൻ വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി നിങ്ങൾക്ക് ഈ സെക്ഷൻ വൈസ് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സുഖമാണ്, കുറച്ചും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സുഖമാണ്. ഫസ്റ്റ് വരുന്ന സെക്ഷൻ ഏതാണ്, അത് കഴിഞ്ഞ് എപ്പോഴാണ് അടുത്ത സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പുകൾ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇനി ഈ സെക്ഷനുകളെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ വീഡിയോസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എങ്ങനെയാണോ സെക്ഷൻ ബേസ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ ബേസ് ചെയ്താണ് ട്രേഡ് എടുക്കണം. ഏറ്റവും കൂടുതൽ ഞാൻ ഏഷ്യ സെക്ഷനുകളാണ് ഫോക്കസ് ചെയ്യാറ്. എനിക്ക് ഏഷ്യ സെക്ഷനിൽ ട്രേഡ് ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ ന്യൂയോർക്ക് സെക്ഷനിലേക്ക് എൻ്റർ ആവാറുള്ളൂ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് ഈ ഏഷ്യ സെക്ഷനെ കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണം, അതല്ല എങ്ങനെയാണ് സെഷൻ ബേസ് ട്രേഡ് എടുക്കണമെന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാനത് പറഞ്ഞുതരും. അതുകൂടാണ്ട് ഇനി നമ്മുടെ സർവീസുകൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സർവീസ് എടുക്കാം. അപ്പം എത്രയും പെട്ടെന്ന് സർവീസ് എടുക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ മെയിലിലേക്ക് അയക്കാം. നമ്മളപ്പോൾ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. നിങ്ങളെല്ലാം കൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ സർവീസിൽ നമുക്ക് റീഫണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമേഴ്സിനോട്. അപ്പോൾ അതെല്ലാം പിന്നെ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ പുറകെ നമ്മൾ റീഫണ്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും, എന്ത് പ്രശ്നം വന്നാലും. ഓക്കെ.